നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ 1600 രൂപ വീതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി 62 ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് കൈകളിലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ കൃത്യമായി എന്നാണ് ഈ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ പെൻഷൻ സമ്പ്രദായം കേരളത്തിൽ നിലവിൽ വന്നത്, അത് ഏത് സർക്കാരാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നടപ്പാക്കാനുള്ള തീരുമാനം ഏത് സർക്കാരാണ് എടുത്തത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരായ ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥും ചേർന്ന് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്നത് എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വാർത്ത വലിയ ചർച്ചയായ ഒരു സാഹചര്യത്തിൽ 1980-81 കാലഘട്ടത്തിലെ ഇ കെ നയനാർ മന്ത്രിസഭയാണ് സംസ്ഥാനത്ത് 45 രൂപ കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ തീരുമാനിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ചാനൽ ചർച്ചകളിലും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. എന്നാൽ ശങ്കരൻ്റെ കാലത്താണ് ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് കൊടുത്തു തുടങ്ങിയതെന്നും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പെൻഷൻ 4 തവണ പരിഷ്കരിച്ചുവെന്നുമാണ്. അതായത് സംസ്ഥാനത്ത് 45 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 1300 രൂപയോളം എത്തിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണെന്നാണ് PC വിഷ്ണുനാഥും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം പങ്കുവെച്ച ഈ ഒരു വീഡിയോയിലൂടെ സ്ഥാപിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, 2001 അധികാരത്തിൽ വന്ന AK ആന്റണി മന്ത്രിസഭയിൽ പിന്നീട് AK ആന്റണി രാജിവെച്ചതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനവും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എടുത്തിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പിന്നീട് വന്ന 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 5 വർഷം കൊണ്ട് 4 തവണ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് വേണം രാഹുൽ മാങ്കൂട്ടം പങ്കുവെച്ച PC വിഷ്ണുനാഥും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും കൂടിയുള്ള ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു 5 വർഷക്കാലം 4 തവണ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ജനങ്ങളൊട്ടാകെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുന്നത്. ഇനിയും ഈ ഒരു പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു വർദ്ധിപ്പിച്ച പെൻഷൻ 2011 മുതൽ 2016 വരെ കാലയളവിൽ വാങ്ങിച്ചതിൻ്റെ പെൻഷൻ സ്ലിപ്പോ കാണിക്കണമെന്നാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചതിന് ശേഷം സംസ്ഥാനത്തെ ജനങ്ങൾ ഒട്ടാകെ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ഒരു പെൻഷൻ സ്ലിപ്പ് കാണിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പെൻഷൻ വർദ്ധിപ്പിച്ചതിൻ്റെ, അതായത് 2011 ശേഷം 16 വരെയുള്ള കാലയളവിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഈ ഒരു പെൻഷൻ വർദ്ധിപ്പിച്ചതിൻ്റെ രേഖകളോ കാണിക്കുവാൻ സംസ്ഥാനത്തെ ഈ കോൺഗ്രസ് നേതൃത്വത്തിനാകുന്നില്ല എന്നത് വലിയൊരു പരാജയമായി തന്നെ കണക്കാക്കേണ്ടി വരും. എന്നാൽ ഇത് സംബന്ധിച്ച് CPMൻ്റെ നേതാവായ AA റഹീം മറ്റൊരു വീഡിയോയുമായി ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. 1980-81 കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് EK നയനാർ മന്ത്രിസഭ പെൻഷൻ സമ്പ്രദായം കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ അതിനെ എതിർത്ത് അന്നത്തെ ലീഡറായിരുന്ന അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ K കരുണാകരൻ അതിനെ എതിർത്ത് സംസാരിക്കുന്ന സഭാരേഖ ഉൾപ്പെടെയായിരുന്നു ആ ഒരു വീഡിയോയിലൂടെ ഇന്നലെ AA റഹീം പങ്കുവെച്ചത്. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇത്രയും വലിയ ചർച്ചയാകുവാനും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഇത് ഏറ്റെടുത്തുകൊണ്ട് വലിയ വാഗ്വാദങ്ങളിലേക്ക് പോകാനും ഇതിൻ്റെ നിജസ്ഥിതി സമൂഹത്തിലെ എല്ലാ ആളുകളും അറിയുന്ന രീതിയിലേക്ക് ഈ ഒരു ചർച്ചയൊക്കെ കൊണ്ടുപോയതുമൊക്കെ ഈ ഒരു പ്രസ്താവനയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ എന്തായാലും 1600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷനായി 62 ലക്ഷത്തോളം ആളുകൾക്ക് മുടങ്ങാതെ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. വിശദമായ പെൻഷൻ അറിയിപ്പുകൾക്കായി നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്